എൻ്റെ ഈശോയാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെയും റാഫേൽ മാലാഖ വഴി തോബിത്തിൻ്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നു: ദൈവത്തെ സ്തുതിക്കുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്യുക, അവിടുന്ന് ചെയ്ത നന്മകൾ പ്രകീർത്തിക്കുക, അവിടുത്തെ നാമം പ്രഘോഷിക്കുക, അവിടത്തേക്ക് എല്ലാ സൃഷ്ടികളുടെയും മുൻപിൽ മഹത്വം നൽകുക. ദൈവത്തിൻ്റെ സൽപ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് നല്ലതാണെന്ന് കൂടി മാലാഖ കൂട്ടിച്ചേർക്കുന്നു. ഓരോ ക്രിസ്തു അനുയായിയും പ്രഭാതത്തിൽ ദിവ്യബലി അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യം ഇതാണ്: ദൈവത്തെ മഹത്വപ്പെടുത്തുക, അവിടുത്തെ നാമത്തിന് സ്തുതിയും പുകഴ്ചയും നൽകുക മാത്രമാണ് വിശുദ്ധ കുർബാനയിൽ നാം ചെയ്യുന്നത്. ഇത്രയും മഹത്തരമായ ഒരു ബലിയർപ്പണം ഏത് മതവിഭാഗത്തിലാണ് ഉള്ളത്? റാഫേൽ മാലാഖ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് പറഞ്ഞത് തന്നെയാണ് നാം വിശുദ്ധ കുർബാനയിൽ അർപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെയൊരു ദിവ്യബലി ഒരുക്കി തന്നതിന് ദൈവത്തോട് പ്രത്യേകമായി നന്ദി പറയാം. ഒരുവൻ്റെ കഴിവനുസരിച്ച് താൽപ്പര്യത്തോടെ ദൈവത്തിന് അർപ്പിക്കുന്ന ദാനധർമ്മം ദൈവം സ്വീകരിക്കും. അതുപോലെ അവന് രക്ഷ ലഭിക്കുകയും പാപങ്ങളുടെ കൂമ്പാരത്തെ മൂടിക്കളയുകയും ചെയ്യുന്നു. നിന്നോട് തെറ്റ് ചെയ്യുന്നവരോട് നീ ക്ഷമിച്ചുകൊണ്ട് രഹസ്യത്തിൽ നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ രഹസ്യങ്ങൾ അറിയുന്ന നല്ല പിതാവ് നിനക്ക് നീ ചോദിക്കുന്നവ നൽകും എന്ന് പറയുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷവും അതുപോലെ കൊരിന്തോസുകാർക്ക് പൗലോസ്ലീഹ എഴുതിയ ലേഖനവും ഇത് തന്നെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഈ നോമ്പുകാലത്തിലെല്ലാം ദാനധർമ്മത്തെക്കുറിച്ച് പ്രത്യേകമായി എടുത്തു പറയുന്നു. നമ്മുടെ കഴിവനുസരിച്ച് സുവിശേഷ പ്രഘോഷകരെ സഹായിക്കാം. എന്തായിരിക്കും ചെയ്യുക എന്നോ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ രാജ്യം വിസ്തൃതമാക്കുവാൻ അവരാലാവുന്നത് ചെയ്യുന്നത് നമ്മളെ പ്രോത്സാഹനം നൽകുക. നല്ലവനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ നമ്മുടെ രഹസ്യ പ്രവൃത്തികളെല്ലാം കണ്ട് നമുക്ക് പ്രതിഫലം നൽകും. ആമീൻ.